ഹലോ ഗൈസ്, ഞാൻ അവസാനമായിട്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണത് എനിക്ക് 2020-21 കൊറോണ വന്ന് അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ ഞാൻ തട്ടിപ്പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നതാണ്. അതിനുശേഷം ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ടില്ല. കാരണം മറ്റ് പല തിരക്കുകളുമായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ചെയ്യണം എന്ന് തോന്നിയ ഇൻസിഡൻറ്റ് വന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വ്ളോഗോ ട്രാവലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് റാൻഡം വീഡിയോസാണ് ഇടുന്നത്. പക്ഷെ ഇന്ന് ഒരു 1-2 റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉള്ളിന്ന് പറയത്തില്ലേ, വീഡിയോ ഇട് റിയാക്ട് ചെയ് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നുമില്ല. ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷൻ ലീക്ഡ് വീഡിയോയും പിന്നെ ദിയ കൃഷ്ണ അമ്മായി അമ്മ എന്ന് വിളിച്ചില്ല, ആൻറ്റി എന്ന് വിളിച്ചു. പിന്നെ ഇത് രണ്ടും കണ്ട് ഇതിൽ പലരുടെയും റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് ദൈവമേ, കേരളത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി ഇത്രയും ചുരുങ്ങിയതാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയത്. കാരണം തിരുവനന്തപുരത്ത് ഉൾഭാഗങ്ങളിലും സിറ്റിയിലും പലരുടെയും പല ജീവിത രീതിയാണ്. ഈ സുരാജ് വെഞ്ഞാറമ്മൂട് സുരാജ് വെഞ്ഞാറമ്മൂടെ ലാംഗ്വേജ് കളിയാക്കി പറയുന്നവരുണ്ട്, എന്തരപ്പി എന്നുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പല സ്ഥലത്ത് പല രീതിയിലാണ് ഈ എന്താണ് എന്തര് എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പല ആൾക്കാർ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചനെയും അച്ചാമ്മയും മാമ മാമി എന്ന് വിളിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ മാമനും എൻ്റെ അമ്മയുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മയും മാമ മാമി എന്ന് വിളിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആൻറ്റി അങ്കിൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ മാമി മാമ. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ആരെയാണ് അമ്മ എന്ന് വിളിക്കേണ്ടത്, ആരെയാണ് അച്ഛ എന്ന് വിളിക്കേണ്ടത്. പലരുടെയും കമൻറ്റ് ഞാൻ കണ്ടു. എത്രയോ ഡോക്ടർമാർ അവർ വരുന്ന പേഷ്യൻസിന് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ് അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പം എത്രയോ ടീച്ചർമാർ അധ്യാപകർ സാറുമാർ മക്കളെ കുട്ടികളെ എല്ലാവരും മക്കളായിട്ടല്ല, അത് അവരുടെ പ്രൊഫഷൻ അനുസരിച്ചാണ്. പുള്ളിക്കാരിയുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനെയും ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. അതിന് ഇത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? ഓക്കെ, ഇതൊന്ന്. ഇനി ഹൻസിക കൃഷ്ണയുടെ ഹൻസുവിയുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലീക്കായ വീഡിയോ. എൻ്റെ ചോദ്യം, ആ വീഡിയോയിൽ കുറച്ച് ഹോട്ടായിട്ട് ആ വീഡിയോ ചെയ്തതാണോ കുറ്റം, അതോ ആ വീഡിയോ ചെയ്ത് അതിൽ നിന്ന് ആ കുട്ടി കാശുണ്ടാക്കുന്നു എന്നതാണോ ഇത് കണ്ടവരുടെയൊക്കെ കേരള സംസ്കാരത്തിനെ വ്രണപ്പെടുത്തി എന്ന് തോന്നിയത്? കാരണം ഈ ഹൻസുബിയുടെ തന്നെ പല ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോ ഗൂഗിളിൽ പോയി പിൻട്രസ്റ്റ് ഹൻസുബി ഐഡിയാസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പല ഫോട്ടോസും വരാറുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന രീതിയിലൊക്കെ തന്നെയാണ് വസ്ത്രധാരണം ഈ സബ്സ്ക്രിപ്ഷനിൽ നടത്തിയത്. പിന്നെ 400 രൂപ കൊടുത്ത്, ഞാൻ സബ്സ്ക്രിപ്ഷൻ്റെ പ്രൈസ് കണ്ടായിരുന്നു, 400 രൂപ കൊടുത്തിട്ടാണ് ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ 400 രൂപ കൊടുത്ത് ഈ വീഡിയോ കണ്ടു എന്നുള്ളതൊരു കുറ്റബോധമാണോ, അതോ ഇനി കാണാത്തവർ കാണട്ടെ എന്നുള്ളതാണോ? അല്ല, എനിക്ക് മനസ്സിലാവണില്ല. അവരുടെ ചാനലിൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരെ കാണിക്കാൻ അവരൊരു പ്രൈസ് വെച്ച് അത് അവരിഷ്ടമുള്ള ആൾക്കാരെ കാണിക്കുന്നു. അപ്പോൾ കണ്ടു നിൽക്കുന്നവർക്കാണോ ബുദ്ധിമുട്ട്, അതോ ഇനി കാണാൻ പറ്റാത്തവർക്കാണോ ബുദ്ധിമുട്ട്? ഇതിനു മുന്നേ എത്രയോ വീഡിയോസും ഫോട്ടോസും ഹൻസു അത് അത്യാവശ്യം ഇത് എനിക്ക് തോന്നുന്നത് ജിമ്മിൽ ഇടുന്ന പോലെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഈ ഫോട്ടോയും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രൊഫൈലിലും അല്ല, നമ്മൾ ഗൂഗിളിൽ കയറി ഹൻസിക കൃഷ്ണ എന്ന് പറഞ്ഞ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോസാണ് ഇത്. അപ്പോൾ ഈ ഫോട്ടോ എന്നും കണ്ടപ്പോഴത്തേക്കും ഈ പറയുന്ന കേരള സംസ്ഥാനത്തിലുള്ള കേരള സംസ്കാരം കൂട്ടിപ്പിടിച്ച് നടക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കൊന്നും അവരുടെ സംസ്കാരം വ്രണപ്പെട്ടതായി തോന്നിയില്ല. ഇത് 399 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് വിഷമമായത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ഈ രണ്ടും കണ്ടിട്ടാണ് എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ റിയാക്ഷൻസ് ആൾക്കാരിങ്ങനെ എന്താ ആരോ എന്തോ വലിയൊരു കുറ്റം അങ്ങ് ചെയ്ത് ഇനി അവരെ പിടിച്ചങ്ങ് തൂക്കിക്കൊന്നാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കണ്ടു. അതിൽ ഏറ്റവും എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് ചിരി വന്നൊരു, ഇതിന് മുന്നേ ടിക്ടോക്കിൽ സഭ്യമല്ലാത്ത ഭാഷ, ഞാൻ ആളുടെ പേരും പറയുന്നില്ല, ആൾ ഉപയോഗിച്ച വാക്കും പറയുന്നില്ല, സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് ടിക്ടോക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി, കാറിനകത്തിരുന്ന് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആള് ഇതുപോലെ സഭ്യമല്ലാത്ത ഭാഷ പറഞ്ഞ് പബ്ലിക്കായിട്ട് വീഡിയോ ഇട്ടിട്ട്
ഇപ്പോൾ ഈ പുള്ളിക്കാരി 399 രൂപയ്ക്ക് അവരുടെ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടൊരു വീഡിയോ ആണ്. അത് അവരുടെ ഇഷ്ടമാണ്. അത് അവർ 20 വയസ്സാണ്. ഹൻസികയുടെ വയസ്സ് ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കി. 20 വയസ്സാണ് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വീഡിയോ ചെയ്യുന്നു. അതും അവർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അവർ പൈസ കൊടുത്ത് കാണിക്കുന്ന ആൾക്കാരെ മാത്രം കാണിക്കുന്ന വീഡിയോസും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാറിലിരുന്ന് ഈ റിയാക്ഷൻ ഇട്ട ചേച്ചി ആ ചേച്ചിയുടെ പഴയകാല ടിക്ടോക്കൊക്കെ ഒന്നെടുത്ത് കണ്ടു നോക്കാത്തെ? ആൾക്കാരെ ഇമാതിരി തെറി, എ ക്ലാസ് അൺപാർലമെന്ററി വേർഡ്സ് കേരള സംസ്കാരത്തിന് വ്രണപ്പെടുത്തിയിരുന്ന ഒരു സമയത്ത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തലങ്ങും വിലങ്ങും വായുവിലൂടെ മുകളിലേക്കും താഴേക്കും കയറ്റി ഇറക്കിയ ചേച്ചി. ഇവരൊക്കെ ഈ വീഡിയോസിന് റിയാക്ട് ചെയ്യാണ്. ഞാൻ കരുതി ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ ആ സ്വാതന്ത്ര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ അവരുടെ ഇഷ്ടമല്ലേ. പിന്നെ ഈ റിയാക്ട് ചെയ്യുന്നവരാരും നന്മയുള്ള ലോകമേ അല്ലല്ലോ. റിയാക്ട് ചെയ്തിട്ട് അതിനൊരു റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരും റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവർ കേരള സംസ്കാരം വ്രണപ്പെട്ടു, അതിനെ ഞാൻ മുറുകി പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഈ പറയുന്ന ഞാനും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനകത്തും 10 പേര് ഈ വീഡിയോ കാണും, ഇതിനൊരു റീച്ച് കിട്ടും എന്നൊരു തോട്ട് എനിക്കും ഉണ്ട്. അല്ലാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ആൺകുട്ടികൾ റിയാക്ട് ചെയ്തത് ഒരു സൈഡ്, അതേ ഇമ്പാക്റ്റിൽ അതിനേക്കാൾ ഇരട്ടിക്കാണ് പെൺപിള്ളേർ ഇതിനു വേണ്ടിയിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടമല്ലേ, അവരിഷ്ടമുള്ള രീതിയിൽ വിളിക്കട്ടെ. അവരുടെ ഫാമിലി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. അതല്ലാതെ മറ്റൊരു പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടു ഇടയ്ക്ക്, ദിയ കൃഷ്ണ ഹൗ മച്ച് ഐ ഹാവ് ഡൺ ഫോർ ദെയർ ബിസിനസ് എന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ ഫാമിലിക്ക് എന്തുമാത്രം സഹായം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ സഹായം എന്ന് പറയുന്നത് ധനസഹായം മാത്രമാണെന്ന് ആരാണ് പറഞ്ഞത്? ഈ ഹൗ മച്ച് എന്ന് പറയുന്നത് പണത്തിനെ മാത്രം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഹൗ മച്ച് എഫേർട്ട്, ഹൗ മച്ച് ടൈം ഐ ഹാവ് ഇൻവെസ്റ്റഡ്, ഈ ഏത് ഇന്റർപ്രിട്ടേഷൻ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ അതിനെ ധനസഹായം മാത്രം എടുത്ത്, അതെ അവനവന് നമ്മുടെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് എന്ത് റവന്യൂ കിട്ടും, എങ്ങനെ കിട്ടും, അതിപ്പോൾ എങ്ങനെ അവതരിപ്പിച്ചാലാണ് കിട്ടുക എന്നുള്ളത് മാത്രം ആലോചിച്ചിട്ട് മറ്റൊരാളുടെ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു പോസ്റ്റിന് റിയാക്ട് ചെയ്യുന്നത്. അതൊന്നും പോരാഞ്ഞിട്ട് അവരുടെ തന്തയുടെ രാഷ്ട്രീയം, ബാക്കി കുടുംബചരിത്രം മുഴുവൻ എന്തിന് സ്വന്തം. ഞാൻ പറഞ്ഞു, എല്ലാവരും ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ആരും കൊടുത്തില്ലല്ലോ. എന്താ കൊടുക്കാറ്? അത്രയും കേരള സംസ്കാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കേസ് കൊടുക്കാത്തത്. എന്നിങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചു, എന്താ ചെയ്യത്തെ? അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ റവന്യൂ കിട്ടില്ലല്ലോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും, ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന എല്ലാവരുടെയും. ഇതിനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അവരാരാണ്? പിന്നെ അവർ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, ശരിയാണ്. പക്ഷെ എന്നാലും ഇതിനൊക്കെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഒരു റവന്യൂ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കേരള സംസ്കാരം ഉണ്ടല്ലോ. പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇനിയും കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ഫോട്ടോയാണ്. അതൊരു റീൽസ് ഇട്ടതാണ്. അപ്പോൾ ഈ സമയത്തും ഈ ക്ലീവേജ് കാണിച്ചു, അല്ലെങ്കിൽ വയറ് കാണിച്ചു, നേവൽ കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ആർക്കും ഉണ്ടായില്ല. കാരണം ഇത് പബ്ലിക് പോസ്റ്റ് എല്ലാവർക്കും കാണാമല്ലോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ ആർക്കും വിഷമമില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ സബ്സ്ക്രിപ്ഷനിലിട്ട് കാശ് മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അങ്ങനെ ഇപ്പം നന്നാവണ്ട, അത് അവരുടെ ഇഷ്ടം. IAS ആകുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം, IPS ആകുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം, സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇടുന്നത് അവളുടെ ഇഷ്ടം. അത് കേരള സംസ്ഥാനത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ് വ്രണപ്പെട്ടു പോയത്? ദിയ കൃഷ്ണ അവളുടെ അച്ഛനെയും അമ്മയും അമ്മ എന്ന് വിളിക്കുന്നു, അമ്മായി അച്ഛനെയും അമ്മായി അപ്പനും ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നു. അത് അവരുടെ ഇഷ്ടം. അവർക്ക് സ്വന്തം അമ്മയെയും അച്ഛനെയും റീപ്ലേസ് ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല എന്നുള്ളൊരു ചിന്താഗതി. അതവരുടെ ചിന്ത. അവരുടെ പാരൻറ്റിങ് അത്രയും നല്ല പാരൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിച്ചത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹം. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നില്ല, അത് ശരിയാണ്, അവർ വിളിച്ചു പറഞ്ഞ് നടക്കുന്നില്ല. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചനെ അച്ചാമ്മയും മാമി എന്ന് വിളിച്ച് എൻ്റെ അമ്മ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ല, എൻ്റെ മാമന് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള പലരും അത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോയിട്ടില്ല.
ഈ പറയുന്ന ഞാൻ എൻ്റെ അമ്മായിയച്ഛനെയും അമ്മായിയമ്മയും അച്ഛ അമ്മ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഒരു സദസ്സിൽ ഒരു ഉദാഹരണം പറയാം, ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അമ്മായിയച്ഛനും എൻ്റെ അമ്മായിയമ്മയും നിൽക്കണം. ഞാൻ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും തിരിഞ്ഞു നോക്കൂലേ? ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? അച്ഛ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിളിച്ച് അച്ഛാന്ന്. അതല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പിന്നെ ആരുടെ എന്ത് ചിന്താഗതിക്കാണ് ഞാൻ അവിടെ വ്രണം കുത്തിവെച്ചത്? ഇല്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം, അത് അവരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് റവന്യൂ വരില്ലല്ലോ. റവന്യൂക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യാം, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് രാജാവാണ്, രാജാവിൻ്റെ മറ്റേ കുടുംബക്കാരാണ്, മറ്റേ പാർട്ടിക്കാരാണ്, ആ പാർട്ടിക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ ഓരോരുത്തരും മനുഷ്യന്മാരുടെ ബേസിക് അവരുടെ നീഡാണ്. ഇപ്പോൾ അവർ അരിയാഹാരമാണോ, ഇഷാനി കൃഷ്ണ കിനിവയാണ് കഴിക്കുന്നത്, അതിനെന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിലുള്ള ബാക്കി ആൾക്കാർ റിയാക്ട് ചെയ്യാൻ പോയില്ല? കേരള സംസ്ഥാനത്തിലുള്ളവരെല്ലാവരും കുത്തരിച്ചോറാണ് കഴിക്കുന്നത്, എന്തുകൊണ്ട് ഇഷാനി കൃഷ്ണ കിനിവ കഴിക്കുന്നു, കിനിവ എന്ന ധാന്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ പോയില്ല? എന്തുകൊണ്ട് പോയില്ല? പറയൂ, എന്തുകൊണ്ട് പോയില്ല? പോകില്ല. നമുക്ക് റവന്യൂ കിട്ടുന്ന സബ്ജക്റ്റ് അല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ വേറൊരു വീഡിയോ ഉണ്ട്. ഹൻസിക കുഞ്ഞിലെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കൊച്ചിൻ്റെ എന്തോ ഒരു വീഡിയോ, ഒരു പാട്ടിന് അവള് ഡാൻസ് കളിക്കുന്ന വീഡിയോ. ഇത് സാധാരണ യൂട്യൂബിൽ അല്ല, എനിക്ക് ആരുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഷെയർ ആയിരിക്കുന്നത്, അവരുടെ ഫാമിലിയിൽ ആരുടെ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ഷെയർ ആയിരിക്കുന്നത്. പബ്ലിക്കിലൊരു പോസ്റ്റായിട്ട് അത് ഷെയർ ആയി. ആ സമയത്ത് എന്തുകൊണ്ട് ആരുടെയും തോട്ട് കയറി അങ്ങ് വ്രണപ്പെട്ടില്ല? കാരണം 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന കേരളമാണ്. അപ്പോൾ പിന്നെ ഈ ഒരു 4-5 വയസ്സുണ്ടാവുമായിരിക്കും ആ സമയത്ത് ഹൻസികയ്ക്ക്. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കാരണം അത് നോക്കിക്കാണുന്ന ഒരു കുഞ്ഞു കൊച്ചിൻ്റെ വീഡിയോ അല്ലേ. പക്ഷെ വസ്ത്രധാരണം അർദ്ധനഗ്ന തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ അവിടെ തോന്നിയത് വാത്സല്യം തോന്നി. ആ വീഡിയോ ഒരു വാത്സല്യത്തോട് കണ്ട് ലൈക്ക് അടിച്ച് വിട്ടു. പക്ഷെ മറ്റേ വീഡിയോ വാത്സല്യമായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്ത്? അത് 399 രൂപ. ഏത് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ വിഷയമാണല്ലോ. നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ ആരും കാശുണ്ടാക്കണം. കാരണം രേണുസുധിയുടെ ചുണ്ട് പൊട്ടിയതിൻ്റെ വീഡിയോ വലിയ വിവാദങ്ങളിലേക്ക് പോയി എന്ന് ഞാൻ കണ്ടിരുന്നു. ഞാൻ റിയാക്ട് ചെയ്യാൻ പോയില്ല. കാരണം ഇത് എല്ലാം കൂടെ ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കണം, വരിയായിട്ട്. പിന്നെ അതിൽ ഈ പറയുന്ന കാറിലിരുന്ന് റിയാക്ട് ചെയ്യണ ചേച്ചി, ചുണ്ട് പൊട്ടിയാൽ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ, വേദന മാത്രമേ. ചുണ്ട് പൊട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ തോന്നില്ല, അപ്പോൾ അത് മറയ്ക്കാൻ ശ്രമിക്കും. അവരവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിലല്ലേ ഇട്ടേ? അവർ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ ബാക്കിയുള്ള കേരളത്തിലുള്ള ഈ ബാക്കിയുള്ള ഇത്രയും ജനസംഖ്യക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ആ വീഡിയോ ഇട്ടത്. അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ ആ വീഡിയോ ഇട്ടത്. അത് പോയി കണ്ടിട്ട്, അതാണ് എനിക്ക് മനസ്സിലാത്തത്, അത് പോയി കണ്ടിട്ട് അതിനെ സ്ക്രീൻ റെക്കോർഡിങ് എടുത്ത് അല്ലെങ്കിൽ അത് ലീക്ക് ചെയ്ത് അതുകൊണ്ടൊന്ന് പബ്ലിക്കാക്കിയിട്ട് എന്നിട്ട് അതിന് റിയാക്റ്റും കൂടെ ചെയ്യും. എടാ, നിന്നെ അതിന് റിയാക്ട് ചെയ്യാൻ വിളിച്ച, അല്ലെങ്കിൽ നിൻ്റെ അക്കൗണ്ടിലോട്ട് അവരത് അയച്ചു തന്നാ? ഇല്ലല്ലേ, പിന്നെ എന്തര്? ശരിക്കും പറഞ്ഞാൽ കോമഡിയാണ് ഇപ്പം കേരളത്തിലെ യൂട്യൂബിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ കോമഡി. ചോദിക്കും, ചേച്ചി ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നതും ഇതല്ലേ, റവന്യൂ ഉദ്ദേശിച്ചിട്ടല്ലേ? റവന്യൂ മാത്രമല്ല, അഭിപ്രായം പറയാൻ തോന്നിപ്പോയി. കാരണം യൂട്യൂബിൽ ഇപ്പം വീഡിയോ ഇട്ടാലേ അഭിപ്രായം പറഞ്ഞെന്ന് നമ്മളൊരു അഭിപ്രായത്തിനൊരു വിലയുള്ളൂ, അല്ലെങ്കിൽ ഒരു വിലയില്ല. കാരണം പറയാതിരിക്കാൻ പറ്റൂല. നമ്മൾ കണ്ടിട്ടിങ്ങനെ ഇവിടെ ഒരു വെയിറ്റ് നെഞ്ചിനകത്ത്. ഇതെന്തൊരു സോഷ്യൽ മീഡിയ ഇത്? ആർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു സാധനം ചെയ്യാൻ പറ്റില്ലേ? ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എടുത്ത് റിയാക്ട് ചെയ്യും. എടാ, നീ റിയാക്ട് ചെയ്യും, പക്ഷെ അതിന് അവർ മറ്റേ ലോകത്തിൽ എന്തൊരു ഒരു കുറ്റം ചെയ്ത പോലെ എന്താണ് റിയാക്ട് ചെയ്യണം? എനിക്ക് മനസ്സിലാവുള്ളത്. നിനക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആ പിങ്ക് കളർ ഉടുപ്പ്, വെള്ള കളർ ലൈനപ്പ് പോയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവൾ കോട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ജയകൃഷ്ണൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ചാനലിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് പോയി, നീ കാണണ്ട. നിന്നെ അവൾ വിളിച്ചാ കാണാൻ? അവളെ ചാനലിലും പോയി സബ്സ്ക്രൈബ് ചെയ്ത് അവളെ സബ്സ്ക്രിപ്ഷനും പോയി എടുത്തിട്ട് അതിനകത്ത് കയറുന്നത് കണ്ടിട്ട് എന്നിട്ട് ഇറങ്ങി വെളിയിൽ നിന്ന്. എന്നിട്ട് ഈ പുറത്തിരുന്ന് റിയാക്ട് ചെയ്യണവർ പലരും ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടല്ല, ഓരോ ഒരാളുടെ 400 രൂപയാണ് ആ കടന്ന് കറങ്ങുന്ന വീഡിയോ. ഇതാണ് ഇപ്പോഴത്തെ കേരളം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കേരളത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി. നന്ദി, നമസ്കാരം.